Have a nice day. Pearlwine International നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന റഫറൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 2020 മെട്രിക്സിലാണ്. 2020 മെട്രിക്സ്. ഓക്കെ, 2020 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയെ ഈ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുന്നു. ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? മറ്റൊരു വ്യക്തിയെ നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. ഈ രണ്ടാമത്തെ വ്യക്തി വീണ്ടും ഒരാളെ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് 20 ലെവലിലാണ് നമുക്ക് സിസ്റ്റം പ്രോഗ്രാം ചെയ്യാൻ അനുവാദം തന്നിരിക്കുന്നത്. 20 പേര്. ഇവിടെ എങ്ങനെയാണ് ഒരു റഫറൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നത്? ആദ്യത്തെ ലെവലിൽ നിന്ന് നമുക്ക് 20% റഫറൽ കമ്മീഷൻ ലഭിക്കും. രണ്ടാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് 19% റഫറൽ കമ്മീഷൻ ലഭിക്കുക. മൂന്നാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് 18% റഫറൽ കമ്മീഷൻ ലഭിക്കും. 20ാമത്തെ ലെവലിൽ എത്തുമ്പോഴേക്കും നമുക്ക് 1% റഫറൽ കമ്മീഷൻ ലഭിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വ്യക്തി പരമാവധി ഈ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തുന്നത് 20 പേരെയാണ് ഡയറക്റ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു വ്യക്തിയെ മാത്രമാണ് ബിസിനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ വ്യക്തിക്ക് നമ്മൾ കൃത്യമായ സർവീസ് കൊടുക്കുകയും ആ വ്യക്തി വളരെ നന്നായി സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് നന്നായി വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനീഷ് സാറ് എന്നെ ഈ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തി, ഞാൻ വളരെ നന്നായി ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലിൽ അദ്ദേഹത്തിന് 20% ആണ് വരുമാനം ലഭിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു? 20 പേരെ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തി. ഈ 20 പേരിൽ നിന്നും അദ്ദേഹത്തിന് 20% റഫറൽ കമ്മീഷൻ ലഭിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ഒരു വ്യക്തിയെ ആണ് ഡയറക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ 20 പേരും 20 പേരെ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലെവലിൽ 20 × 20 400 പേരുണ്ടാവും. ഓക്കെ, ഈ 400 പേരുടെ 19% അദ്ദേഹത്തിന് വരുമാനം ലഭിക്കണമെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരാളെ ടീമിലേക്ക് സ്പോൺസർ ചെയ്യണം. ഓക്കെ, ഈ 400 പേര് വളരെ സജീവമായി ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുകയും ഈ 400 പേരും 20 പേരെ വെച്ച് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 400 × 20 അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ലെവലിൽ 8000 ആളുകളുണ്ടാവും. ഓക്കെ, ഈ 8000 ആളുകളുടെ കയ്യിൽ നിന്നും 18% അദ്ദേഹത്തിന് വരുമാനം ലഭിക്കേണ്ടത്. മനീഷ് സാർ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ 8000 പേരുടെ വരുമാനം ലഭിക്കാൻ അദ്ദേഹം വീണ്ടും ഒരു വ്യക്തിയെ കൂടി നമ്മുടെ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ ലെവലിൽ നിന്നും ലഭിക്കേണ്ട 20, 19, 18% നമുക്ക് വരുമാനം നേടിയെടുക്കാൻ നമ്മൾ ഓരോ ആളുകളെയാണ് ഡയറക്റ്റ് കൊണ്ടുവരേണ്ടത്. കാരണം ചില ആളുകൾ തെറ്റിദ്ധരിക്കും, നമുക്ക് 20 പേരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള കാര്യം. ഇവിടെ അതിന് വലിയ പ്രാധാന്യമില്ല. ഒരു വ്യക്തി വന്നാൽ പോലും അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ വർക്ക് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ലെവലിലേക്കുള്ള വരുമാനം കിട്ടാൻ ഈ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയെ കൊണ്ടുവന്നാൽ മതി. ഇതാണ് നമ്മുടെ സിസ്റ്റം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന 2020 മെട്രിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം.
ഇനി നമുക്കിവിടെ അറിയാം സിസ്റ്റം നമുക്ക് 100 USDT മുതലാണ് ഇൻവെസ്റ്റ്മെന്റ് ടോക്കൺ ഫാമിംഗ് ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 USDT ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന റഫറൽ വരുമാനത്തെ കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. സാറിന്റെ ഡയറക്റ്റ് 20 പേര്, അദ്ദേഹം കൊണ്ടുവന്ന 20 പേര് 13,000 രൂപയാണ്, നമുക്കറിയാം 100 USDT 13,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എങ്കിൽ അവരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് 20% റഫറൽ കമ്മീഷനാണ്. 20%. ഓക്കെ, 20% റഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് 156 രൂപ. അങ്ങനെയാണെങ്കിൽ 20 ഇൻറ്റു 156 3120 രൂപയാണ് അദ്ദേഹത്തിന് 20% റഫറൽ കമ്മീഷൻ ലഭിക്കുക. രണ്ടാമത്തെ ലെവലിൽ അദ്ദേഹത്തിന് 19% റഫറൽ കമ്മീഷൻ ലഭിക്കുന്നത്. 20 പേരും 20 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെവലിൽ നമുക്ക് 400 പേരാണ് ഉണ്ടാവുക. 400 പേരിൽ നിന്ന് നമുക്ക് 19% എന്ന് പറയുന്നത് 148 രൂപയാണ് ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 19% എത്ര വരുമാനം ലഭിക്കും അദ്ദേഹത്തിന്? 59,200 രൂപയാണ് അദ്ദേഹത്തിന് 19% റഫറൽ കമ്മീഷൻ ലഭിക്കുക. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ലെവൽ 18% റഫറൽ കമ്മീഷൻ ലഭിക്കുന്നത്. ഇവിടെ 400 പേരും 200 പേരെ കൊണ്ടുവരികയാണെങ്കിൽ 400 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 8000 ആളുകളാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ലെവലിൽ ഉണ്ടാവുക. മൂന്നാമത്തെ ലെവലിൽ 8000 ആളുകൾ ഉണ്ടാകുമ്പോൾ 18% എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് 140 രൂപയാണ്. 140 രൂപ 140 രൂപ 18% റഫറൽ കമ്മീഷൻ വെച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 11,20,000 രൂപയായി അദ്ദേഹത്തിന് ലഭിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അതിലൂടെ നമുക്കൊരു ടീമിനെ വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു 3 ലെവലിൽ ഒരു വർക്ക് പ്ലാൻ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മാസം 11 ലക്ഷം രൂപയിലധികം വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഗോൾഡൻ ഇന്റർനാഷണൽ നിങ്ങൾക്ക് റഫറൽ കമ്മീഷൻ ഇവിടെ അനുവദിച്ചു തന്നിരിക്കുന്നത്. ഇതാണ് റഫറൽ കമ്മീഷന്റെ പവർ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനി ഇവിടെ നമുക്ക് 1 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും 5 ലക്ഷത്തിന്റെയും കൂടി ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലെവലിൽ 1 ലക്ഷം രൂപയുടെ റഫറൽ മാർക്കറ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലെവലിൽ നടക്കുന്നത്. നമുക്ക് നോക്കാം. 20 ഇൻറ്റു 1200 രൂപയാണ് അദ്ദേഹത്തിന്റെ 20% എന്ന് പറയുന്നത്. 1200 രൂപ 20%. 20 പേരിൽ 1200 രൂപ വെച്ച് അദ്ദേഹത്തിന് എത്ര കിട്ടും? 24,000 രൂപയാണ് അദ്ദേഹത്തിന് റഫറൽ കമ്മീഷൻ ലഭിക്കുക. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 20 പേരെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയതെങ്കിൽ ആദ്യത്തെ ലെവലിൽ നിന്ന് 24,000. രണ്ടാമത്തെ ലെവലിലേക്ക് അദ്ദേഹം പോകുന്നു എങ്കിൽ 20 പേരും
20 പേരെ പരിചയപ്പെടുത്തിയാൽ രണ്ടാമത്തെ ലെവലിൽ നമുക്ക് 400 ആളുകളാണ് ഉണ്ടാവുക. 400 ഇൻറ്റു 19%, 1140 രൂപയാണ്. 1140 രൂപയാണ് 19% എന്ന് പറയുന്നത്. എത്രയായിരിക്കും അത്? 4,56,000. അദ്ദേഹത്തിന് രണ്ടാമത്തെ ലെവലിൽ ലഭിക്കുന്നത് 4,56,000 രൂപയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് 400 ഇൻറ്റു 20 പേര്. 400 പേരും 20 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് 8,000 ആളുകളാണ് മൂന്നാമത്തെ ലെവലിൽ ഉണ്ടാകുക. അപ്പൊ 18% എന്ന് പറയുന്നത് 140 രൂപയാണ്. 8,000 ഇൻറ്റു 140 11,20,000 രൂപയാണ് മൂന്നാമത്തെ ലെവലിൽ നിന്നും മനീഷ് സാറിന് റഫറൽ വരുമാനം ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 20 പേരെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് എങ്കിൽ നമുക്ക് 20% എത്രയാണെന്ന് നോക്കാം. 20% എന്ന് പറയുന്നത് 2,400 രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുക. 20 ഇൻറ്റു 2,400 48,000 രൂപയാണ്. 48,000 രൂപയാണ് ആദ്യത്തെ ലെവലിൽ നിന്നും മനീഷ് സാറിന് വരുമാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് 2 ലക്ഷം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലെവൽ 20 ഇൻറ്റു 20 400 പേരാണ് ഉണ്ടാവുക. അപ്പൊ 400 പേരിൽ നിന്ന് 400 ഇൻറ്റു 2,280 രൂപ. 2,280 രൂപ എന്ന് പറയുമ്പോൾ 9,12,000 രൂപ. മൂന്നാമത്തെ ലെവലിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് 400 ഇൻറ്റു 20 8,000 ആളുകൾ. 8,000 ഇൻറ്റു 2,159 രൂപ ഈസ് ഈക്വൽ ടു 1,72,00,000 72,000 രൂപ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 2 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മനീഷ് സാർ കൊണ്ടുവരുന്നതെങ്കിൽ ആദ്യത്തെ 20 പേരിൽ നിന്ന് 20% അദ്ദേഹത്തിന് ലഭിക്കുന്നത് 20 ഇൻറ്റു 2,400 48,000 രൂപ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലെവലിൽ 20 ഇൻറ്റു 20 400 പേരുണ്ടാവും. 400 പേരിൽ നിന്ന് 19%
2280 രൂപ. അതായത് 9,12,000 രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് മൂന്നാമത്തെ ലെവൽ 400 × 20 8000 ആളുകളിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് 2159 രൂപയാണ് അദ്ദേഹത്തിന് റഫറൽ വരുമാനം ലഭിക്കുക. അങ്ങനെ മൂന്നാമത്തെ ലെവലിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു മാസ വരുമാനം എന്ന് പറയുന്നത് 1,72,72,000 രൂപയാണ്. ഇത് വെറും ഒരു 3 ലെവലിലുള്ള റഫറൽ കമ്മീഷന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 13,000, 1,00,000, 2,00,000. അതുകൊണ്ടാണ് പറയുന്നത് പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്രൊജക്ട് അവതരിപ്പിച്ച ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റീഷ്യൻ ആണ് എന്ന് പറയുന്നത്. ഇത് കണക്കിലെ ഒരു വലിയൊരു കളിയാണ്. ഇവിടെ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ കൃത്യമായി ഈ റഫറൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോസസ്സിലൂടെ മുഴുവനായും പോയില്ലെങ്കിൽ പോലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള വരുമാനം കണ്ടെത്താൻ ഈ ഒരു റഫറൽ മാർക്കറ്റിംഗ് കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പണം നേടാനുള്ള ഒരു സാധ്യത പേൾവെയിൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ഇത് ഒരല്പം ടഫായ ഒരു മേഖലയാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും നിങ്ങളുടെ ടീമിൽ നിന്നും കിട്ടുന്ന ചാർട്ട് കൃത്യമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റഫറൽ കമ്മീഷന്റെ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും വലിയൊരു അവസരമാണ് പേൾവെയിൻ ഇന്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓരോ ക്ലാസ്സുകളും ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ വിജയം നേടാൻ കഴിയും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തീരുമാനിക്കുക നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണോ വേണ്ടയോ എന്നുള്ളത്. ഈ വീഡിയോ പരിചയപ്പെടുത്തുന്ന വ്യക്തി ആരായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.